പറയാം. ഖാലിദ് ജമീൽ ജംഷഡ്പൂർ എഫ് സിയുടെ കോച്ചായിട്ട് വീണ്ടും നിയമിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലന സ്ഥാനത്തേക്ക് ഇനി അണ്ണം വരില്ല എന്ന് ഉറപ്പാണ്. കാരണം 2 വർഷത്തെ കോൺട്രാക്ട് ജംഷഡ്പൂരായിട്ട് സൈൻ ചെയ്തു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഖാലിദ് ജമീൽ വരത്തില്ല. അപ്പം ഖാലിദ് ജമീൽ വരുമെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന IM വിജയണ്ണ അണ്ണൻ എന്തിനണ്ണ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, ഈ ഖാലിദ് ജമീലിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ആൾ ജനിച്ചതങ്ങ് കുവൈറ്റിലാണെങ്കിൽ പോലും വളർന്നതൊക്കെ ഇന്ത്യയിലാണ്. മിഡ്ഫീൽഡറായിട്ട് അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം നിലവിൽ ജംഷഡ്പൂരിന്റെ കോച്ചായി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആളിന്റെ ഒരു സീനിയർ കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ മഹീന്ദ്ര യുണൈറ്റഡിനോടൊപ്പമാണ് കിങ് ഖാലിദിന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നെ അദ്ദേഹം എയർ ഇന്ത്യയുടെ താരമായി, മഹീന്ദ്ര യുണൈറ്റഡിന്റെ താരമായി, മുംബൈയുടെ താരമായി. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ടാണ്. മാനേജറിയൽ കരിയറിലേക്ക് വരുമ്പോൾ മുംബൈയുടെ പരിശീലകനായിരുന്നു. പിന്നീട് ഐസ്വാളിന്റെ പരിശീലകനായിട്ട് അങ്ങേര് തീർത്ത വിസ്മയം ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മൾ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കുരുവിട്ടിരുന്നു. കാരണം ഐസ്വാൾ FC ഒന്നുമില്ലായ്മയിൽ നിന്നും തൂക്കിയെടുത്ത് ഒരു വലിയ ലെവലിലേക്ക് കൊണ്ടുവരാൻ കിങ് ഖാലിദിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായി, പിന്നീട് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അസിസ്റ്റന്റ് കോച്ചായി മാറി. പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഇടക്കാല കോച്ചായി മാറി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആ ലിമിറ്റഡ് ടീമിനെയും കൊണ്ട് കാഴ്ചവെക്കാൻ അങ്ങനെ കൊണ്ട് പറ്റി. വിദേശ പരിശീലകൻ ഇട്ടിട്ട് കണ്ടം വഴി ഓടിയ ടീമിനെയും കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെപ്പിക്കാൻ കിങ് ഖാലിദിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ ഉള്ളിൽ ആളി കത്തുന്ന തീപ്പൊരി ചെറുതൊന്നുമല്ല. അതിട്ട് തൂതി കത്തിക്കാൻ ആരെങ്കിലും കൂടി വേണം. പിന്നെ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മെയിൻ കോച്ചായി മാറുന്നു. അദ്ദേഹം ISL കോച്ചായ ശേഷം വീണ്ടും അദ്ദേഹം പോകുന്നത് ബംഗളൂരു യുണൈറ്റഡിലേക്കാണ്. ബംഗളൂരു യുണൈറ്റഡിന്റെ പരിശീലകനായ ശേഷം അദ്ദേഹത്തിന് ചിത്വൻ FC പരിശീലകനായി നിയമിക്കുന്നു. വീണ്ടും അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നതാണ്. ഇന്ത്യൻ മണ്ണിൽ അത്ഭുതങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞ വർഷം ലിമിറ്റഡ് റിസോഴ്സുമായിട്ട് ജംഷഡ്പൂരിനെ ഒരു പരിധിവരെ മികച്ച പ്രകടനം കാഴ്ചവെപ്പിക്കാൻ സഹായിച്ച അണ്ണൻ.